എസെക്കിയേൽ 7-ാം അധ്യായം 17-ാം വാക്യം. എല്ലാ കരങ്ങളും ദുർബലമാകും, കാൽമുട്ടുകൾ വിറയ്ക്കും. അവർ ചാക്കുടുക്കുകയും ഭീതി അവരെ ആവരണം ചെയ്യും. അവർ ലജ്ജകൊണ്ട് മുഖം കുനിക്കും, ശിരസ്സ് മുണ്ഡനം ചെയ്യും. അവർ വെള്ളിയിൽ തെരുവുകളിൽ വലിച്ചെറിയുകയും സ്വർണം അവർക്ക് അശുദ്ധവസ്തുവാകുകയും കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവരെ രക്ഷിക്കുവാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല. അവയ്ക്ക് അവരുടെ വിശപ്പടക്കാനോ വയറു നിറയ്ക്കുവാനോ ആവില്ല. എന്തെന്നാൽ അവയാണ് അവർക്ക് ഇടർച്ച വരുത്തിയത്. ആഭരണങ്ങളുടെ ഭംഗി അവർ മതിച്ചു, അതുപയോഗിച്ച് അവർ മ്ലേച്ഛവും നിന്ദ്യവുമായ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു. ആകയാൽ ഞാൻ അവർക്ക് അത് അശുദ്ധവസ്തുവാക്കും. കർത്താവിൻ്റെ വചനത്തെയും കർത്താവിൻ്റെ നിയമത്തെയും ദൈവകൽപ്പനയെയും നിന്ദിച്ച് നമ്മൾ മറ്റു ലോകവസ്തുക്കൾക്കു വേണ്ടി ചതിച്ചും വഞ്ചിച്ചും മറ്റുള്ളവരെ മുറിപ്പെടുത്തിയും കൊല ചെയ്യും നാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റൊരുവൻ്റെ ജീവിതം തകർത്തുകൊണ്ട് വാരിക്കൂട്ടുന്ന ഒന്നും നിലനിൽക്കുകയില്ല, അതിന് വിലയില്ലാതെ വലിച്ചെറിയപ്പെടുമെന്ന് കർത്താവ് വചനത്തിലൂടെ വ്യക്തമായി പറയുന്നു. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഈശോയെ, എന്തെല്ലാം വാരിക്കൂട്ടിയാലും അതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അങ്ങയുടെ ചോദ്യം ഞങ്ങളുടെ മേലുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ലോകവസ്തുക്കളിൽ നിന്ന് പിന്തിരിഞ്ഞ് സത്യസന്ധമായി സമ്പാദിക്കുവാനും അത് നിലനിർത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങൾ അമിതമായ പണത്തിൻ്റെ മോഹങ്ങളോ ആഭരണങ്ങളോ മക്കൾക്ക് വേണ്ടിയോ മറ്റു കുടുംബത്തിനു വേണ്ടിയോ വാരിക്കൂട്ടിയിട്ട് സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ, ഞങ്ങളുടെ മനസ്സുകളെ നിർമ്മലമായി യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെയും കഴുകണമേ നാഥ. അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല ഈശോയെ. ഞങ്ങൾ ബലഹീനരാണ്, പാപികളാണ്. അങ്ങയുടെ അനന്തമായ കരുണയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും തലമുറയെയും അനുഗ്രഹിക്കണമേ. കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ ചതിച്ച് വാരിക്കൂട്ടിയതെല്ലാം കർത്താവ് ഞങ്ങളിൽ നിന്ന് വലിച്ചെറിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നാഥ. അന്യായമായി ഉണ്ടാക്കിയതെല്ലാം ഈശോയെ അങ്ങ് വാരിക്കൂട്ടിക്കളഞ്ഞു. ഞങ്ങൾക്ക് അതിനെ ഉപേക്ഷിക്കുവാനുള്ള തിരുമനസ്സ് തരണമേ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ അനന്തമായ പരിപാലന ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ വലങ്കൈ ഞങ്ങളിൽ നിറയ്ക്കണമേ നാഥ. പിതാവേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ രക്ഷിക്കാനാണല്ലോ അങ്ങ് വന്നിരിക്കുന്നത്. അങ്ങ് നീതിമാന്മാരെ രക്ഷിക്കാനല്ല, പാപികളെ രക്ഷിക്കാനാണെന്ന് അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. സ്നേഹപിതാവായ ദൈവമേ, ആമേൻ.